തന്നെ ACC എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന കാര്യം അത്ര നല്ല ഒരു ഉചിതമായ തീരുമാനമല്ല, അത്ര നല്ല സക്സസ്സും ആവില്ല. ലെവലുകൾ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ടഫാണ്, പാസ്സാവില്ല എന്നൊക്കെ അല്ലേ. അങ്ങനെയാണ് നമ്മൾ ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. അപ്പോൾ CA എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ടഫ് അല്ലെങ്കിൽ കിട്ടാത്ത ഒരു കോഴ്സ് എന്നുള്ള വേണം. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കുറച്ചും കൂടെ നമ്മുടെ ജോലി ചെയ്യുന്നതോടൊപ്പം കുറേ ആളുകൾക്ക് ജോലി കൊടുക്കാനും സ്വന്തമായിട്ടൊരു പോലെയോ ബിസിനസ് പോലെയോ തുടങ്ങാനും കൂടെ അവസരം കൊടുക്കുന്നുണ്ട്. ACC എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ സാധനം തന്നെയാണ്. പോകാൻ താല്പര്യമുള്ള കുട്ടികൾ നിങ്ങൾ ഇപ്പം തന്നെ ഇന്ന് മുതൽ എന്ന് പറഞ്ഞ രീതികളിൽ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് പോലുള്ള ബുക്കുകൾ മുഴുവൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അത് വെച്ച് നോക്കാൻ തുടങ്ങുക എന്നുള്ളതല്ല. ഈ ഒരു എയിം മുന്നിൽ വെച്ചുകൊണ്ട് ആദ്യം ഏത് വെബ്സൈറ്റാണ്, ഏത് മേഖലകളിലാണ് ജോലികൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുക. ആ വെബ്സൈറ്റിൽ പോയിട്ട് എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് ഇതിന് വരുന്ന ലെവലുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വരുന്നത് നമുക്ക് പ്രിലിംസ് എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ. പ്രിലിം ക്ലിയർ ചെയ്ത് കഴിഞ്ഞവർക്കേ മെയിൻസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് പ്രിലിംസിൽ എന്താണ് ഉണ്ടാവുക. അപ്പോൾ ആ ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോഴേ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ വളരെ വരും. കാരണം ഇതേ ഉള്ളൂ എന്നുള്ളൊരു ചോദ്യം ഇന്ത്യൻ നിങ്ങൾക്ക് അത് സ്ട്രൈക്ക് ചെയ്യും. അത് വേറെ സർവീസുകൾ, റെയിൽവേ സർവീസ്, ഇങ്ങനെ പറഞ്ഞ പലതരത്തിലുള്ള സർവീസുകളുണ്ട്. ഈ ജോലികളുടെ പ്രത്യേകത നമ്മൾ ഈ റവന്യൂലാണെങ്കിലും റെയിൽവേയിലാണെങ്കിലും പോസ്റ്റിലാണെങ്കിലും അവിടെ എന്തൊക്കെ റിഫോംസുകൾ വരുത്തുന്നു അതൊക്കെ ഇതിൽ ഏത് തലം ചെയ്യാനും ഞാൻ ചെയ്യുന്ന ആളാണ്. ഞാൻ സൈക്കോളജിക്കൽ ലെവലിലാണെങ്കിലും കരിയർ ഗൈഡൻസിലാണെങ്കിലും അതല്ലാത്ത ജനറലിലാണെങ്കിലും ഞാൻ നമ്മൾ തന്നെ നമ്മുടെ മാർക്കറ്റ് ചെയ്യാൻ നമ്മളെ ഉള്ളൂ, വേറെ ഒരാളും ചെയ്യാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഏതായാലും ഇത്രയും സമയം വളരെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ സമ്മതിച്ചു എല്ലാവർക്കും എല്ലാവിധ നന്ദിയും. അതുപോലെ പുതിയ മേഖലയിൽ സിവിൽ സർവീസ് രംഗത്തേക്ക് നിങ്ങളൊക്കെ കടന്നു ഇപ്പോൾ രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിൽ